നിത്യ ഇന്ന് എനിക്ക് അറിയണം. ഈ 2-3 മാസമായിട്ട് എന്നെ എന്തിനാ നീ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് എനിക്കിന്ന് അറിയണം. ഈ ഓഫീസിലുള്ള ബാക്കിയുള്ളവരെ പോലെ നിന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യാനോ, നിന്റെ ടാസ്കിന് ഹെൽപ്പ് ചെയ്യാനോ, നിന്നെ എന്തിനു കൊണ്ടുവരാനോ, നിന്റെ ബെസ്റ്റ് ആവാനോ ഞാൻ വന്നില്ലല്ലോ. നിന്നെ ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോൾ തന്നെ ജെനുവിൻ ആയിട്ടൊരു കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്തു. അത് ഞാൻ നിന്നോട് ഫ്രാങ്ക് ആയിട്ട് പറയുകയും ചെയ്തു. അതൊരു തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനി അതിന്റെ പേരിൽ ഇനി എന്നെ അവോയ്ഡ് ചെയ്യാനാണ് നിന്റെ തീരുമാനം. ഇനി അതിനെ ശല്യം ചെയ്യാൻ പറ്റില്ല. അതിന് നീ ശല്യം ഞാൻ പറഞ്ഞില്ലല്ലോ. എന്താ പറഞ്ഞേ? കിച്ചു, നിന്നെ ആദ്യം മീറ്റ് ചെയ്തപ്പോ തന്നെ ഐ ഓൾസോ ഫെൽ ദാറ്റ് കണക്ഷൻ. ബട്ട് അറ്റ് ദാറ്റ് ടൈം ഐ വാസ് ഗോയിങ് ത്രൂ എ ബ്രേക്കപ്പ്, എ റിയലി ബാഡ് വൺ. സോ നീ എനിക്കൊരു റീബൗണ്ട് മാത്രമല്ല എന്ന് ഉറപ്പാക്കാൻ എനിക്ക് കുറച്ച് സമയം വേണമായിരുന്നു. ബട്ട് നൗ ഐ തിങ്ക് ഐ എം ഷുവർ. ഐ തിങ്ക് ഐ എം ഇൻ ലവ് വിത്ത് യു. എന്തായി അവളെ പറഞ്ഞത് എന്റെ പൊന്നളി ആ ഭ്രാന്തി പെണ്ണ് നോ പറയുന്ന വെച്ചാൽ ഇന്നലെ ആ പൂജ കയറി പ്രപ്പോസ് ചെയ്ത് അവളെ യെസും പറഞ്ഞു. ഇനിയിപ്പോ 2 കൂടി ഞാൻ എന്തോ ഉടനെ ഞാൻ എടുത്തോളാം. അതങ്ങനെ ഇതിപ്പോ സിംഗിൾ പുൾസേ പറഞ്ഞ നിനക്ക് ഡബിൾ കിട്ടിയ പോലെ എൻജോയ് കളിയാ. അവളുടെ ഒരു ഭൂത കണ്ണാടിയും ബോയ് കട്ടും അവള് ഫെമിനിസ്റ്റ് ആണോ എന്നൊരു എനിക്ക് സംശയം ഉണ്ടല്ലോ. കളിയാ 2 അല്ല 3 അല്ല 4 പേരെ ഒരുമിച്ച് കൊണ്ടുവരുന്നതാണ് ഈ വിഷ്ണു കുമാർ. ചുമ്മാതല്ല എന്നെ കമ്പനിയിലെ കാസ്നോവ എന്ന് വിളിക്കുന്നത്. ഈ കോഴിക്കുമാർ എന്നല്ലേ കാസനോവേ? നീ ചായയുടെ പൈസ കൊടുത്ത് പാളിയാ. ഞാൻ പറഞ്ഞില്ല ബാക്കി പരിപാടി.